പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഹ്യൂമൻസ് അല്ലേ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ലല്ലോ നമ്മുടെ ലൈഫ്. അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് എല്ലാവരുടെ ലൈഫിലും ഉള്ളതാണ്. കുറെ കരഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ. ജീവിതത്തിൽ കരയേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം കുറെ നാളുകളായിട്ട് ഞാൻ കരയില്ല. പേഴ്സണൽ ലൈഫിൽ ഞാൻ കരയില്ല. ആ കണ്ണീരെല്ലാം ഞാനിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് ക്യാമറയുടെ മുന്നിൽ കരയേണ്ട സീൻ വരുമല്ലോ, അപ്പോഴും ഗ്ലിസറിൻ ഇല്ലാതെ അങ്ങ് കരയും. ഗ്ലിസറിൻ അതുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ജീവിതത്തിൽ കരഞ്ഞിട്ട് ആര് കാണാൻ, ആര് കാണിക്കാനാ, ആരും നമ്മൾക്ക് ഒരു സമാധാന വാക്കും പറയത്തില്ല. അപ്പൊ വേസ്റ്റ് അല്ലോ, ഒറ്റയ്ക്കാ. അതിലും എനിക്ക് ഒരാളെ കാണിച്ച് കരയുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ആ കണ്ണുനീരെല്ലാം ഞാനിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് ആക്ടിങ്ങിലും ഞാൻ അങ്ങ് ഉപയോഗിക്കും. അതാകുമ്പോഴത്തേക്ക് 10 പേര് കാണുന്നതല്ലേ, മേടിക്കാത്തത് നമ്മുടെ കണ്ണിലുണ്ടെന്നല്ലേ ഉണ്ട്. അപ്പൊ തെലുങ്കില് ഞാനിപ്പോ അഭിനയിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരച്ചില് സീനൊക്കെ വരുമല്ലോ, അപ്പൊ അവര് പറയും ടാപ്പ് ഓപ്പൺ ആക്കിക്കോ, അടുത്ത സീന് കരയാനുള്ളതാണ്. ഓക്കെ, ബിന്ദുജി മോഡലിംഗിലോട്ട് വരുന്ന സമയത്ത് ഒരുപാട് ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടുമുണ്ട്. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് വരുമ്പോഴും മനസ്സിൽ തട്ടിയ കമന്റുകൾ എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ ഞാൻ ചോദ്യം കണക്ട് ചെയ്യുകയാണ്. പണ്ടത്തെ കാലം പോലെ അല്ല ഇപ്പം ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത ഒരുപാട് ആളുകൾ സപ്പോർട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടത്ത് നീ ഇങ്ങനെ ഡ്രസ് ഇടല്ലേ, ഇന്നത് ഇടാവൂ എന്നൊക്കെ പറയുന്ന ഒരു സമൂഹം ഇപ്പോഴും, കാലഘട്ടം 2020 ആയെങ്കിലും ഇപ്പോഴും ചില ആളുകൾ അങ്ങനെ നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് അവരോട് പറയാനുള്ളത്? അത് അവരുടെ അഭിപ്രായമാണ്. ഇപ്പം ഞാനിപ്പോ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എക്സ്പോസ് ചെയ്ത ഒരു വീഡിയോ ഇടുമ്പോഴും അതിന്റെ അകത്ത് ഇങ്ങനെ താഴെ വന്ന ആൾക്കാർ കമന്റ് ചെയ്യും, ഒരു ദിവസം എത്രയാ റേറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കിട്ടുവോ, അത് കൊള്ളാവല്ലോ, ഇത് കൊള്ളാവല്ലോ, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നിനക്ക് ഇങ്ങനെ കാണിച്ച് ജീവിക്കുന്നതിനെക്കാട്ടി അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ക്യാമറയ്ക്ക് മുന്നിലാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന വസ്ത്രമാണ് ഞാൻ ധരിക്കുന്നത്. എന്റെ ബോഡിക്ക് അത് ചേരുന്നു, എനിക്ക് ഓക്കെയാണ്, ഞാൻ ധരിക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ അപ്പൊ അങ്ങനെ തോന്നുമ്പോഴത്തേക്ക് ഞാൻ ചിലത് റിയാക്ട് ചെയ്യും, ചിലത് ഇപ്പൊ ഞാൻ റിയാക്ട് ചെയ്യാറില്ല. കാരണം അവരുടെ ഒരു കഴപ്പ് അവരങ്ങനെ പറഞ്ഞു തീർക്കുന്നു, ഞാൻ ചെയ്തോട്ടെ. ഞാനൊരു ഫോട്ടോ കാണിക്കാം. ആ ഫോട്ടോ പെട്ടെന്ന് ആ ഒരു ടൈമിൽ അനുഭവിച്ച കാര്യങ്ങളുണ്ട്, കമന്റ്സിലാണെങ്കിൽ പോലും പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്താണോ അത് അതുപോലെ തന്നെ പറഞ്ഞു കേട്ടോ. എന്റെ ഫോട്ടോ തന്നെയാണ്. പിന്നെ എന്റെ ഞാൻ പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിലേതോ ഒരു ഫോട്ടോയിലാണെന്ന് തോന്നുന്നു, ഒരു കുഞ്ഞിപ്പയ്യനാണെന്ന് തോന്നുന്നു കമന്റ് ചെയ്തത്. ആ കമന്റ് ഞാൻ എടുത്തിട്ട് സ്റ്റോറി ആക്കി ഞാൻ റിപ്ലൈയും കൊടുത്തു. കറക്റ്റ് എനിക്ക് എന്താന്ന് ഓർമ്മ കിട്ടുന്നില്ല, പക്ഷെ എന്തോ റിലേറ്റഡ് ഇത് തന്നെ, ഒരു ദിവസത്തിന് എന്താ റേറ്റോ അങ്ങനെ എന്തോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതേ ചോദ്യം നീ നിന്റെ അമ്മയോട് ചോദിക്കോ, നിന്റെ വീട്ടിലുള്ള സഹോദരിയോട് ചോദിക്കോ? ചോദിക്കില്ലല്ലോ. അപ്പൊ പിന്നെ നീ എന്തിനാ എന്നോട് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തോ ഒരു കമന്റ് റിപ്ലൈ കൊടുത്തിട്ട് അത് ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റോറിയിൽ. പിന്നെ എന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, എനിക്ക് മറവി ഇച്ചിരി കൂടുതലാണ്. ആയിരിക്കണം. മറവി എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ എന്റെ ലൈഫിൽ മെയിൻ ആയിട്ട് നടന്ന കാര്യങ്ങൾ ഞാൻ മറന്നു പോകും. സാധാരണ ആൾക്കാർ അങ്ങനെ മറക്കാറില്ലല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മറന്നാലും ബിന്ദുജയുടെ ഉള്ളിന്റെ ഉള്ളിൽ മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. എന്താ ഉദ്ദേശിക്കണേ? അതെ, ബ്രേക്കപ്പ്, ലവ് അഫെയർ അങ്ങനത്തെ എന്തെങ്കിലാണോ? ഇപ്പൊ ഇത്രയും വർഷമായി ഇതുവരെ ഞാൻ ലവേ ചെയ്തിട്ടില്ല, എനിക്ക് റിലേഷനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എന്നെ അടിക്കും. കാരണം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ലല്ലോ. റിലേഷൻസ് ഉണ്ടായിട്ടുണ്ട്, പല കാരണങ്ങൾ കൊണ്ട് അത് ബ്രേക്കപ്പ് ആയി പോയി. അണ്ടർസ്റ്റാൻഡിങ്ങും അങ്ങനെ കുറെ ഇഷ്യൂസ് കൊണ്ട് ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ട്. ഇല്ല, മാക്സിമം ഓർക്കാൻ ശ്രമിക്കാറില്ല. കാരണം എനിക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. കഴിഞ്ഞ ഒരു വർഷം മുന്നേ, 1.5 വർഷത്തിന് മേലെയായി എനിക്ക് ആങ്സൈറ്റി പോലത്തെ ഒരു ഇഷ്യൂ വന്നു. അല്ല, എന്റെ പാസ്റ്റ് കാരണങ്ങൾ തന്നെ എന്തെങ്കിലും ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും കൊണ്ട് എനിക്ക് ആങ്സൈറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിക്ക് ആ പെയിൻ താങ്ങാൻ പറ്റില്ല. ആങ്സൈറ്റി വരുമ്പോഴത്തേക്ക് ഒരു ഷിവറിങ്, നമുക്ക് ഈ ഫിക്സ് വരില്ലേ, ഫിക്സ് വരുന്നത് പോലെ വേറൊരു ഇതാണ്. നമുക്ക് ഹാൻഡൊക്കെ ഇങ്ങനെ ഷിവർ ആവും, നമ്മുടെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെയൊക്കെ ആയി പോകും, കൈയും കാലും ഒക്കെ. അപ്പൊ അങ്ങനെ എനിക്ക് ഒരു കുറച്ച് പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കാരണം ഡിപ്രഷൻ എന്നൊരു വാക്കിൽ ഒതുക്കാതെ അത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. സത്യമായിട്ട് എനിക്ക് തോന്നുന്നു, ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മള് ആക്റ്റീവ് ആയിരിക്കും, നമ്മൾ എല്ലാവരോടും സംസാരിക്കും, എല്ലാവരും ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും, പക്ഷെ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ബ്ലാങ്ക് ആയിരിക്കും.
ഡിപ്രഷൻ അങ്ങനെ പറയാൻ തോന്നുന്നു. എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അറിയാം, അത് വല്ലാത്തൊരു പെയിൻ ആണ്. നമുക്ക് നമ്മളെ തന്നെ ഔട്ട് ഓഫ് ദാറ്റ് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം നമ്മളൊരു ഇരുട്ടുള്ള മുറിയിൽ അടച്ചിട്ടിട്ട് ഇടുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ മൊത്തത്തില് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ പോകേണ്ടത് കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഔട്ട് ഓഫ് ദാറ്റ് നമുക്ക് വരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ടൈം ഉണ്ടായിരുന്നു എനിക്ക് ലൈഫില്. അപ്പം ഈ ആങ്സൈറ്റി പോലുള്ള ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും ആ പെയിൻ എനിക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ബോഡിയിലും അതൊരു പെയിനാണ്, മെന്റലി ഫിസിക്കലി ഒക്കെ അതൊരു പെയിനാണ്. അപ്പൊ അത് നമ്മുടെ അച്ഛൻ കാണുന്നു, അമ്മ കാണുന്നു, നമ്മളെക്കാട്ടി അവര് വേദനിക്കുമല്ലേ ഇത് കാണുമ്പോൾ. അപ്പൊ അങ്ങനത്തെ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചു, എന്തിനാണ് അവരെയും കൂടി വിഷമിപ്പിക്കുന്നത്, നമ്മൾ ഇതിന് ഔട്ട് വരണമല്ലോ. അപ്പൊ ഞാൻ മാക്സിമം എന്നെ ഇങ്ങനെ കുറെ പറഞ്ഞു ഞാനിങ്ങനെ ഔട്ട് ഓഫ് ദാറ്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് ഐ എം ഔട്ട് ഓഫ്. അതെ, നമ്മളെ ലൈഫിൽ ഒരാളെ സ്നേഹിക്കുന്ന ടൈമിൽ നമ്മൾ വിശ്വസിക്കുന്നതും വിചാരിക്കുന്നതും എന്റെ ലൈഫിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാൽ ആ ഒരു വ്യക്തി കൂടെ കാണും. നമ്മളുടെ മൈൻഡ് ചേഞ്ച് ആവാം. ഇന്ന് നമുക്ക് ഒരു സാധനം ഇഷ്ടമാണ്, നാളെ നമ്മൾക്ക് അത് ഇഷ്ടമാവണമെന്നില്ല. അതിന് ഏറ്റവും ഉദാഹരണമാണ് 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഇപ്പോൾ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ മൈൻഡ് എപ്പോ വേണോ ചേഞ്ച് ആവും. അതുപോലല്ലേ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആളും, അയാളും ഹ്യൂമൻ അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ ഒരാളിൽ നിന്ന് ലൈഫ് ലോങ് ഒരു എക്സ്പെക്ടേഷൻ വെക്കുന്നത്? കറക്റ്റ് അല്ലേ? ശരിക്കും അത് തന്നെ ഒരു നമ്മൾ ഒരാളിൽ നിന്ന് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നമ്മളുടെ ശരിക്കും എക്സ്പെക്ടേഷൻ കിൽസ്. ഒരാളിൽ നമ്മൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മരണത്തിന് തുല്യമാണ്. ശരിക്കും നമ്മൾ അങ്ങനെ ഒരാളിൽ നിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പം മനസ്സിലാക്കുന്നു. അത് അന്ന് ചെയ്തത് കൊണ്ടാണ് മേ ബി നമ്മൾ അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള റിയലൈസേഷനിലാണ് ഞാനിപ്പോ. ഇപ്പൊ അതുകൊണ്ട് ഞാൻ ആരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല.